റോന്ത് ഈ സിനിമ തിയേറ്ററിൽ ഓടി ഇപ്പോൾ HD പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് കണ്ടത്. കാരണം അത് കാണാൻ പറ്റിയിരുന്നില്ല. ദിലീഷ് പോത്തനും പിന്നെ റോഷനും മെയിൻ കഥാപാത്രത്തിലേക്ക് വന്ന അവരാണ് മെയിൻ. കാരണം അതിനകത്ത് വേറെ ക്യാരക്ടേഴ്സിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ ചിന്തിക്കുകയോ വേണ്ട. ഇവർ രണ്ടുപേരുമാണ് ഈ സിനിമയിൽ ഉടനീളം തുടങ്ങി അവസാനം വരെ ഇവരാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. ഈ രണ്ട് ക്യാരക്ടർ മാത്രം പ്രധാനമായിട്ട് നിർത്തിക്കൊണ്ട് ഒരു 2 മണിക്കൂർ സിനിമ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയറക്ടർ തെളിയിച്ചു. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റി. അതുകൊണ്ടാണ് 2 മണിക്കൂർ ഒരു 2 ക്യാരക്ടറിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് 2 മണിക്കൂർ നമ്മളെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ ആ ഡയറക്ടറിന് പണിയറിയാം. ഈ സിനിമ എടുത്ത ഡയറക്ടറിന് പണിയറിയാം. ഡയറക്ടർ ആരാണെന്ന് നോക്കിയില്ല. പക്ഷേ നമ്മുടെ അഭിപ്രായം പറയുകയാണ് ഈ സിനിമയെ പറ്റി. തീർച്ചയായിട്ടും പറയുകയാണ് ഈ സിനിമയുടെ ഡയറക്ടറിന് പണിയറിയാം. കാരണം 2 മണിക്കൂർ സിനിമ ഒരു 2 ആൾക്കാരുടെ പരിപാടിയും കൊണ്ട് പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ വലിയ സിറ്റി എന്നായിട്ട് കാണിക്കുന്നില്ല ഇത്. പക്ഷെ ഒരു നൈറ്റ് ഇത്രയും ക്രൈമുകളാണ്. അതെനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നടന്ന നാടുകൾ കാണാൻ ചിലപ്പോൾ നമ്മുടെ ലോകമല്ലേ കാണാതിരിക്കാം. പക്ഷെ ഒരു 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 2 പോലീസുകാർ അവരുടെ ഷിഫ്റ്റിലോട്ട് ഡ്യൂട്ടിക്ക് കയറിയിട്ട് ഒരു നൈറ്റ് ഫുള്ള് കഴിയുമ്പോഴത്തേന് ഇത്രയേറെ ക്രൈമുകൾ, എവിടെ നോക്കിയാലും ക്രൈം. ഒന്ന് കഴിയുമ്പോൾ അടുത്ത കോളുകൾ വന്നുകൊണ്ടിരിക്കുക. ക്രൈം ഇവർ ചെല്ലുന്നു, ഇവർ പട്രോളിങ്ങിന് പോകുന്നു, അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നു, അടുത്ത ക്രൈം വരുന്നു. അങ്ങനെ ഇതിനകത്തൊരു ഒരു സീനുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യുന്ന സീനാണ്. അപ്പം ആ സീൻ ഒരു രക്ഷയില്ലാത്ത സീനായിപ്പോയി. അത് റോഷനും ദിലീഷ് പോത്തനും ഭയങ്കര നാച്ചുറലായിട്ട് ആക്ട് ചെയ്തു. ഭയങ്കര നാച്ചുറൽ ആക്ട്. ആ സീൻ ഒരു രക്ഷയില്ലാത്ത സീനായിപ്പോയി. പിന്നെ ഈ അവസാനം ക്ലൈമാക്സ് അങ്ങോട്ടൊരു ദഹിക്കുന്നില്ല. ക്ലൈമാക്സ് ഇച്ചിലൂടെ ബെറ്റർ ആക്കായിരുന്നു. ക്ലൈമാക്സ് എന്താ പറയണ്ടേ, അത് ഇത്രയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത്ര ആയോ, ഇത് ചെയ്ത് ഒരുമാതിരി ഇതായി പോയല്ലോ എന്നുള്ളൊരു തോന്നലാണ്. അതാണ് ഒരു പ്രധാനമായിട്ടുള്ളൊരു ഇതുണ്ട്. പിന്നെ കുറേ പുതുമുഖങ്ങളൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് നടക്കുന്ന കാര്യം കുറച്ച് സീനായിട്ട് തുടക്കത്തിലെ കാണിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇവർ ഇറങ്ങുന്നത്. എന്തൊക്കെയായാലും നല്ലൊരു പടം, കുഴപ്പമില്ല, ഒരു കൊള്ളാം, ഒരു എബോവ് ആവറേജ്, അത്യാവശ്യം മോശം എന്ന് പറയാൻ പറ്റത്തില്ല, കൊള്ളാം.